നേതാക്കൾക്കെതിരായ സൈബർ ആക്രമണത്തിൽ ശക്തമായ നടപടി വേണമെന്ന് കെപിസിസി ഭാരവാഹി യോഗത്തിൽ നിർദ്ദേശം. പാർട്ടി ഡിജിറ്റൽ മീഡിയ സെല്ലിന് പങ്കുണ്ടോ എന്ന് വി.ടി. ബൽറാമിന്റെ നേതൃത്വത്തിൽ പരിശോധിക്കും. സൈബർ ആക്രമണങ്ങൾക്ക് കാരണം നേതാക്കൾക്ക് വിഷയങ്ങളിലുള്ള ക്ലാരിറ്റി കുറവെന്നാണ് വിമർശനം. രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ നിയമസഭയിൽ എത്തിയത് ചർച്ചയായി. എന്നാൽ രാഹുൽ വിഷയത്തിൽ വി.ഡി. സതീശൻ ഒന്നും പറഞ്ഞില്ല. വയനാട്ടിലെ നേതാക്കളുടെ ആത്മഹത്യകളും ചർച്ചയായി. കെ.ആർ. സാജു ചേരുന്നുണ്ട്. സാജു, എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ചയായിരിക്കുന്നത്? ധന്യ, കെപിസിസി നേതൃയോഗത്തിൽ രാഹുൽ വിഷയം ചർച്ചയായിരിക്കുന്നു. സൈബർ ആക്രമണങ്ങളിലും മറ്റുമുള്ള കാര്യങ്ങളാണ് വിശദമായ ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെട്ടത്. ഇതിൽ പ്രധാനമായും ഉയർന്നു വന്ന വിമർശനം എന്ന് പറയുന്നത് ഇപ്പോൾ നടക്കുന്ന വിഷയത്തിൽ, അതായത് രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ നേതാക്കൾക്ക് തന്നെ ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന വിമർശനം ഉയർന്നു വന്നു. അങ്ങനെ നേതാക്കളുടെ പരാമർശങ്ങളിലും അവരുടെ പ്രതികരണങ്ങളിലും വ്യക്തതയില്ലാത്തത് കൊണ്ട് കൂടിയാണ് അണികൾ സൈബർ ആക്രമണങ്ങളിലേക്ക് കടന്നുപോകുന്നത് എന്ന വിമർശനം യോഗത്തിൽ ഉയർന്നു വന്നു. സൈബർ ആക്രമണങ്ങൾക്ക് കാരണം നേതാക്കൾക്ക് ഈ വിഷയത്തിലുള്ള ക്ലാരിറ്റി കുറവാണ് എന്ന് കെപിസിസിയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ വി.ടി. ബൽറാം തന്നെ യോഗത്തിൽ വിമർശനം ഉന്നയിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രതിപക്ഷ നേതാവ് മാത്രം നിലപാട് ആവർത്തിച്ച് രംഗത്തെത്തുമ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും അജണ്ടയുണ്ടോ എന്ന സംശയം ഉയർന്നു വരും. അത് സൈബർ ആക്രമണത്തിന് കാരണമാണ് എന്നുകൂടി യോഗത്തിൽ പരാമർശമുണ്ടായി. വർക്കിംഗ് പ്രസിഡന്റുമാർ അടക്കം രാഹുലിനെതിരായ നിലപാട് പറയുന്നില്ല എന്ന് ചില ഭാരവാഹികൾ ചൂണ്ടിക്കാണിച്ചു. ഇന്ന് നേമം ഷജീർ രാഹുലിനൊപ്പം എത്തിയത് നേതാക്കളുടെ പിന്തുണയോടെയാണ് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ തെറ്റു പറയാനോ അവരെ കുറ്റം പറയാനോ ആകില്ല എന്ന പരാമർശവും ഇന്നത്തെ യോഗത്തിലുണ്ടായി. പാർട്ടിയുടെ ഡിജിറ്റൽ സെല്ലിന് നേതാക്കൾക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളിൽ പങ്കുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള തീരുമാനമുണ്ടായി. DMCക്ക് പങ്ക് അന്വേഷിക്കാൻ നിർദ്ദേശം വി.ടി. ബൽറാമിന്റെ നേതൃത്വത്തിൽ ഇക്കാര്യം പരിശോധിക്കും എന്നുള്ളതാണ്. നേതൃയോഗത്തിൽ മറ്റൊരു കർശനമായ നിലപാടെടുത്തത് കെ മുരളീധരനാണ്. സോഷ്യൽ മീഡിയ വഴി നേതാക്കളെ ആക്രമിക്കുന്നത് നിർത്തണം, പ്രോത്സാഹിപ്പിക്കുന്നവർ അത് അവസാനിപ്പിക്കണം, ഇത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്ന താക്കീതാണ് കെ മുരളീധരൻ യോഗത്തിൽ നൽകിയത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തന്റെ സംസാരത്തിൽ ഒരിടത്തും രാഹുൽ വിഷയം പരാമർശിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ പുലർത്തി എന്നുകൂടി നമ്മൾ കാണേണ്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കളുടെ ആത്മഹത്യ അത് ചർച്ചയായി എന്ന് മനസ്സിലാക്കുന്നു. അത് ഇന്നലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഓഡിയോ കൂടി പുറത്തു വന്ന സാഹചര്യത്തിൽ ഏത് തരത്തിലാണ് കെപിസിസി കൈകാര്യം ചെയ്യുന്നത്? കെപിസിസി നേതൃയോഗം വയനാട്ടിലെ ആത്മഹത്യകളുമായി ബന്ധപ്പെട്ട വിഷയവും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ആ ചർച്ചയ്ക്കിടയിൽ ചില അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചു NM വിജയന്റെ കുടുംബത്തിന് പരമാവധി സഹായം ചെയ്തു എന്നാണ് നേതാക്കൾ ഈ യോഗത്തിൽ തിരികെ അറിയിച്ചത്. വയനാട് DCC അധ്യക്ഷൻ അടക്കമുള്ളവർ ഈ നിലപാടാണ് യോഗത്തിൽ സ്വീകരിച്ചത്. അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാർട്ടിക്ക് വീഴ്ച പറ്റിയിട്ടില്ല, അത് പരിഹരിക്കാനുള്ള നിതാന്തമായ ശ്രമങ്ങൾ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അവർക്ക് ചെയ്യാൻ, ഒരു പാർട്ടി എന്ന നിലയിൽ ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തു നൽകുന്നു എന്ന കാര്യമാണ് നേതാക്കൾ അറിയിച്ചത്. അവരുടെ കുടുംബം ഉയർത്തിയ വിമർശനങ്ങളെ അതേപോലെ മുഖവിലേക്ക് എടുക്കാൻ നേതാക്കൾ തയ്യാറല്ല. പാർട്ടിക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്തു കൊടുത്തിട്ടുണ്ട്, ഇതുവരെയും പരമാവധി സഹായം ചെയ്തിട്ടുണ്ട്, ഇനിയും അത് പാർട്ടി എന്ന നിലയിൽ ചെയ്യും എന്ന കാര്യം കൂടിയാണ് ഇന്നത്തെ യോഗത്തിൽ പരാമർശിക്കപ്പെട്ടത്. ധന്യ. ശരി സാജു.